കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ട്. 144 300 പിന്നെ പറയുന്നു പൊതുവ്യത്യാസം 3 ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം അറിയാനാണ്, നമ്പർ ഓഫ് ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ലാസ്റ്റ് ടേമിൽ നിന്ന് എല്ലുന്നിടാം. ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. ആ ഡിഫറൻസിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. എന്നിട്ട് 1 കൂട്ടുക. ഈ 1 കൂട്ടുന്ന സ്റ്റെപ്പ് മറന്നു പോകരുത്. ഒരിക്കൽ കൂടി, ഒരു സമാന്തര ശ്രേണിയിലെ നമ്പർ ഓഫ് ടേംസ് കാണുന്ന ഇക്വേഷനാണ്. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, 1 കൂട്ടുക, അത്രയേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? പറയേണ്ട കുട്ടികൾ. ലാസ്റ്റ് ടൈം ഇവിടെ എത്രയാ? 300 ഫസ്റ്റ് ടൈം എത്രയാ? 144 അല്ലേ? 300ൽ നിന്ന് 144 കുറയ്ക്കുക. പിന്നെന്താ പരിപാടി? പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. പൊതുവ്യത്യാസം 3 ഹരിക്കുക, 1 കൂട്ടുക. ആ സ്റ്റെപ്പ് മറക്കല്ലേ? ശരി. അപ്പോൾ എത്രയാണ് കിട്ടുന്നേ? 300ൽ നിന്ന് 144 കുറച്ചാൽ 156. 156നെ 3 കൊണ്ട് ഹരിക്കുക, 1 കൂട്ടുക. 156നെ 3 കൊണ്ട് ഹരിച്ചാൽ 52 അല്ലേ? ആ 52ൻ്റെ കൂടെ 1 കൂടെ കൂട്ടി വെച്ചാൽ മതി. നമ്മുടെ ആൻസർ ഈ പറയുന്ന സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 53 പദങ്ങളാണ്. എളുപ്പം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇക്വേഷൻ ഒരിക്കൽ കൂടി പറയുമോ? ലാസ്റ്റ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, 1 കൂട്ടുക. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.